മോക്ഷകവാടം തുറക്കും രക്ഷാകരമോസ്തിയേ, ശത്രുവിൻ അണികൾ തകർക്കാൻ ശക്തിയും തുണയും തരേണം. ത്രിത്വൈക ദൈവത്തിനെന്നും സ്തോത്രമുണ്ടായിടേണം. സ്വർഗത്തിലങ്ങേ വണങ്ങാൻ ഞങ്ങൾക്ക് കൃപ നൽകിടേണം. ആമേൻ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളി ഞങ്ങളോടൊപ്പം വസിക്കുന്ന ഈശോയെ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഞങ്ങളോടൊപ്പമായിരിക്കുവാൻ അപ്പമായി വന്ന് പിറന്നത് അപ്പത്തിൻ്റെ ഭവനമായ ബത്ലഹേമിൽ തന്നെയാണല്ലോ. ഈശോയെ, എന്നും നീ ഞങ്ങളോടൊപ്പമുണ്ട്. പക്ഷേ പലപ്പോഴും ഞങ്ങൾ നിന്നോടൊപ്പം ഇല്ല എന്ന് തിരിച്ചറിയുന്നു. ജീവിതത്തിൽ ജനിച്ച നാൾക്ക് മുന്നേ നീ ഞങ്ങളോടൊപ്പമുണ്ട്. എന്നാൽ കഴിഞ്ഞുപോയ നാളിലെല്ലാം, കഴിഞ്ഞുപോയ വർഷങ്ങളിലെല്ലാം നിന്നിൽ നിന്നും അകന്നുപോയ നിമിഷങ്ങളുണ്ടായിട്ടുണ്ട്. യേശുവേ, എങ്കിലും നീ എല്ലാം മറന്ന് ഞങ്ങളോട് ക്ഷമിച്ച് പുതിയ പുലരി കണ്ട് ഉണരുവാൻ പുതുദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും ഞങ്ങൾക്ക് നീ നൽകുന്നു. ഇപ്പോൾ ഇതാ ഒരു പുതിയ വർഷം തന്നെ ഞങ്ങൾക്കായി നീ നൽകിയിരിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആരാധന. പഴയ ജീവിതത്തിൽ വന്നുപോയ കുറവുകളെ ഓർത്ത് മനസ്തപിക്കുന്നു. ഈ പുതുവർഷത്തിൽ പുതിയ മനുഷ്യനായി അങ്ങയുടെ സ്നേഹവും കരുണയും തിരിച്ചറിഞ്ഞ് അനുഭവിച്ചറിഞ്ഞ് പ്രകാശത്തിൽ ജീവിക്കുവാനും അങ്ങേയ്ക്ക് സാക്ഷികളാകാനും ഞങ്ങൾ അനുഗ്രഹിക്കണമേ. അറിഞ്ഞും അറിയാതെയും നിന്റെ സ്നേഹത്തിനെതിരായി ഞങ്ങളിൽ തെറ്റുകൾ വന്നു പോയിട്ടുണ്ട്. സ്വാർത്ഥതയോടെയും അഹംബോധത്തോടെയും മറ്റുള്ളവരോട് പെരുമാറിയിട്ടുണ്ട്. അപരനിലെ നന്മ കാണാതെ തെറ്റുകളും കുറവുകളും മാത്രം കാണുകയും അത് പറഞ്ഞു പോവുകയും ചെയ്തിട്ടുണ്ട്. സ്വന്തം കണ്ണിലെ തടിക്കഷണം കാണാതെ അപരന്റെ കണ്ണിലെ കരടെടുക്കുവാൻ പലവട്ടം ശ്രമിച്ചിട്ടുണ്ട്. ചെയ്യാൻ കഴിയുമായിരുന്ന പല നന്മകളും ചെയ്യാതെ ഒഴിഞ്ഞു മാറിയിട്ടുണ്ട്. വാക്കുകളാൽ മുറിവേൽപ്പിച്ച് അകന്നുപോയിട്ടുണ്ട്. ദിവ്യകാരുണ്യനാഥന്റെ മുന്നിലിരുന്ന
ഹൃദയം തുറക്കുമ്പോൾ ഒത്തിരി ഓർമ്മകൾ, അങ്ങയുടെ സ്നേഹത്തിൽ നിന്നും അകന്നു പോകുവാൻ കാരണമായ ഒത്തിരി ഓർമ്മകൾ മനസ്സിൽ നിറയുന്നുണ്ട്. അനുതാപമാർന്ന മനസ്സോടെ അവയെല്ലാം അങ്ങേ പാദത്തിങ്കൽ ഇറക്കി വയ്ക്കുകയാണ്. ദിവ്യനാഥ, കരുണ തോന്നണമേ, എന്നെ അങ്ങേ തിരു രക്തത്താൽ കഴുകണമേ, അങ്ങേ ആത്മാവാൽ ഞങ്ങളെ നിറയ്ക്കണമേ. അങ്ങ് നൽകുന്ന സമാധാനവും സന്തോഷവും അനുഭവിക്കുവാനുള്ള കൃപ നൽകണമേ. ഞങ്ങൾ പലരോടും പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. രോഗത്താൽ വിഷമിക്കുന്നവർ, സാമ്പത്തിക ബാധ്യതകളാൽ ആകുലരായിട്ടുള്ളവർ, വാസയോഗ്യമായ ഒരു ഭവനമില്ലാതെ വിഷമിക്കുന്ന കുടുംബങ്ങൾ, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ജോലിയില്ലാതെ കഷ്ടതകൾ നേരിടുന്നവർ, ദാമ്പത്യ ജീവിതത്തിൽ തകർന്നു പോയവർ, ലഹരിക്ക് അടിമകളായവർ, കർത്തവ്യബോധം നഷ്ടപ്പെട്ട് അലസരായി നടക്കുന്നവർ, മാരകമായ രോഗങ്ങൾക്ക്, ക്യാൻസർ പോലുള്ള രോഗങ്ങൾക്ക്, തലച്ചോറിൽ ട്യൂമറായിട്ട്, കിഡ്നി സംബന്ധമായി, ഹൃദയത്തിന്റെ വാൽവിന് ശസ്ത്രക്രിയ നടത്തിയവർ, ഗർഭസ്ഥാവസ്ഥയിൽ ക്ലേശങ്ങൾ നേരിടുന്നവർ എന്നിങ്ങനെ എല്ലാവരെയും, ഞങ്ങളുടെ ഓർമ്മയിൽ തെളിയുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു. അവരുടെ വേദനകൾ സഹിക്കുവാനും ദൈവത്തിന്റെ രക്ഷാകരമായ പദ്ധതി തിരിച്ചറിയുവാനും അവരെയെല്ലാം സഹായിക്കണമേ. യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ ആരാധന, മഹത്വം. പ്രത്യക്ഷീകരണ തിരുനാളിന്റെ ചിന്ത രക്ഷകനെ കാണിച്ചു കൊടുത്ത കിഴക്കിന്റെ ജ്ഞാനികൾക്ക് വഴികാട്ടിയ നക്ഷത്രം എന്നതാണല്ലോ. വഴികാട്ടുവാനും വെട്ടം കൊടുക്കുവാനുമുള്ള ദൗത്യം ഞങ്ങളും പേറുന്നവരാണ്. ആ ബോധ്യം ഞങ്ങൾക്കെപ്പോഴും നൽകണമേ. വഴിതെറ്റാതെ വഴി കാണിച്ചു കൊടുക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ദിവ്യകാരുണ്യനാഥന്റെ ശക്തിയും ചൈതന്യവും അനുഗ്രഹീതമായ വെളിച്ചവും ഞങ്ങളുടെയും ഹൃദയങ്ങളിലേക്ക് പകർന്നു നൽകണമേ. ഞങ്ങളുടെ നോട്ടവും ഞങ്ങളുടെ സാന്നിധ്യവും ഞങ്ങളുടെ വാക്കുകളും മറ്റുള്ളവർക്ക് ആശ്വാസത്തിൻ്റെ, സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും വെളിച്ചമായി മാറുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവേ ദിവ്യകാരുണ്യനാഥ, അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, ആരാധന, ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേ
അങ്ങേക്കാരാധന.